ഇത് ഇന്ദു, കേരളത്തിലെ കുടുംബിനികൾക്ക് മാതൃകയാവേണ്ട വ്യക്തിത്വം. കൃഷിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി കൃഷിയെ തൊട്ടറിഞ്ഞ് കൃഷിക്ക് വേണ്ടി ജീവിക്കുന്നു. അതിലുപരി കൃഷിയുടെ ആവശ്യകത സ്വന്തം കുടുംബത്തെ തന്നെ ആദ്യം പഠിപ്പിച്ചു. അങ്ങനെ ഈ കുടുംബത്തിന്റെ കാർഷിക നേട്ടവും അധ്വാനത്തിന്റെ മഹത്വവും നാട് മുഴുവൻ സംസാര വിഷയമായി. ഈ കുടുംബിനിയുടെ കാർഷിക പ്രവർത്തനത്തിനുള്ള ബഹുമതിയായി ഈ വർഷത്തിൽ ഗവേഷണ കേന്ദ്രം മികച്ച കർഷകയായും ഇന്ദുവിനെ തെരഞ്ഞെടുത്തു. ഇവരുടെ കാർഷിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1998 ഇന്ദുവും കുടുംബവും ഈ സ്ഥലത്ത് വരുന്നത്. പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൽ കൃഷി ചെയ്ത് പൊന്നു വിളയിക്കും എന്ന ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്റെ ഭർത്താവും മക്കളും വിഷമുക്തമായ ഭക്ഷണം കഴിക്കണം എന്നത് മാത്രം. കൃഷി തന്നെയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പം മുതൽക്കേ കൃഷി കണ്ടു വളർന്നതാണ്. പശുക്കളും കൃഷിയും. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നപ്പോഴും അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ് തുടക്കം. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാലോ എന്നുള്ളതിൽ തുടങ്ങിയതാണ്. പച്ചക്കറികളായിട്ട് തുടങ്ങി വെച്ചതാണ് ഞാൻ. എന്താണ് ആ കർഷകയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ അവർക്ക് പാരമ്പര്യമായി കിട്ടിയ കുടുംബസ്വത്ത് 2.5-3 ഏക്കറോളം സ്ഥലമുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു കുന്നിന്റെ ചെരുവാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ ചെരുവുള്ള ഒരു സ്ഥലത്താണ്. പക്ഷെ വെട്ടുകൽ മണ്ണാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഫലഭൂഷ്ടി ഇല്ലാത്ത ഈ മണ്ണിൽ ഒരു കൃഷി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള മണ്ണിൽ അധ്വാനം കൊണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു മാതൃകാ പ്ലോട്ടാണിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കുടുംബ സ്വത്താണത്. അപ്പൊ ഈ പാർട്ടീഷൻ ചെയ്തപ്പോ ഈ ഭാഗമാണ് ഞങ്ങളുടെ പാർട്ടീഷൻ ചെയ്ത് കിട്ടിയത്. അപ്പൊ ഇത് നേരാക്കി എടുക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതൊരു വനം പോലെ കെടുക്കാനായിരുന്നു ഇത്. അത് മുറിച്ചിട്ട് മാന്തി ശരിയാക്കിയത് അതെല്ലാം. അപ്പൊ ഇത് ശരിയുള്ള മണ്ണെണ്ണായിരുന്നു. അത് മുന്നേ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതിൽ നല്ല വിളവുണ്ടാവുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചെയ്തത്. വീട്ടുപണി ഒഴിഞ്ഞ് മറ്റൊന്നിനും സമയമില്ലെന്ന് വീമ്പ് പറയുന്ന സ്ത്രീകൾ ഇന്ദുവിന്റെ ഈ കാർഷികോദ്യാനത്തിൽ എത്തിയാൽ അമ്പരക്കും. 3 ഏക്കറോളം വരുന്ന കൃഷിഭൂമി മാത്രമല്ല, മുറ്റത്തെ 1 ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ കൃഷിയൊരുക്കി ഇന്ദു ഗിരീഷ് കാർഷിക ലോകത്ത് ഒരു വിജയപർവം തീർക്കുന്നു. ഈ വിജയത്തിന്റെ പിന്നിൽ ഭർത്താവ് ഗിരീഷിന്റെയും ഇളയ മകൻ അർജുന്റെയും അകമഴിഞ്ഞ സേവനവും പ്രോത്സാഹനവും വിസ്മരിക്കാൻ കഴിയില്ല. 1998 ഗിരീഷും ഇന്ദുവും പാരമ്പര്യമായി കിട്ടിയ ഈ കുന്നിൻ പ്രദേശത്ത് വീട് വയ്ക്കുന്നത്. ഒട്ടും കൃഷിക്ക് യോഗ്യമല്ലാത്ത മണ്ണാണിതെന്ന് പലരും പുച്ഛിച്ചു തള്ളിയപ്പോൾ ഇന്ദുവിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഈ മണ്ണ് കാർഷിക വിളകളാൽ പൊന്നാക്കാൻ കഴിയുമെന്ന്. ഭർത്താവ് ഗിരീഷിന്റെ പ്രോത്സാഹനവും സഹകരണവും കൂടിയായപ്പോൾ ഇന്ദുവിന് ആത്മവിശ്വാസം വർദ്ധിച്ചു. ആദ്യപടി എന്ന നിലയിൽ 2 കുഴൽ കിണർ സ്ഥാപിച്ചു. വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയതിനു ശേഷം സ്ഥലം JCB ഉപയോഗിച്ച് ഉഴുതുമറിച്ചു. ശേഷം പച്ചക്കറികളും ദീർഘകാല വിളകളായ തെങ്ങ്, കമുക് ഉൾപ്പെടെയുള്ള വിളകളും കൃഷി ചെയ്തു. ഇന്ദുവിന്റെ കാർഷിക വിരുന്നിൽ പശുക്കൾ അതിഥികളായി വന്നതോടെ കാർഷിക വിളകൾ കൂടുതൽ ശക്തിയാർജിച്ചു. പശുവിന്റെ ചാണകം നല്ലൊരു ജൈവവളമായിട്ടാണ് ഇന്ദു കാണുന്നത്. അത് സത്യവുമാണ് എന്നതാണ് എല്ലാ കർഷകരുടെയും അനുഭവം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ജൈവവളമായി ചാണകം മാറിയത്. തൊഴുത്തിലും പരിസരത്തിലും വീഴുന്ന പശുവിന്റെ ചാണകം, മൂത്രം എന്നിവ വേണ്ട രീതിയിൽ ശേഖരിച്ച് കാർഷിക വിളകൾക്ക് വളമായി നൽകുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ചാണകത്തിന്റെ ഉപയുക്ത ഫലം കണക്കാക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് എളുപ്പം വിസ്മരിക്കാൻ കഴിയും എന്നാണ് ഗിരീഷിന്റെ അനുഭവ സാക്ഷ്യം. ഏതൊരു കർഷകനും ആദ്യം 1-2 പശുക്കളെ വളർത്തുന്നത് കാർഷിക വിളകൾക്ക് അത്യുന്മേഷം പ്രദാനം ചെയ്യുമെന്ന് അതോടെ ഇന്ദുവിന് ബോധ്യമായി. അങ്ങനെ പശു വളർത്തലിലും ഈ ദമ്പതികൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു.
പശുവാണല്ലോ, ഞങ്ങള് പശുക്കാരനാണ് ഈ കൃഷി നന്നായി പോണത് തന്നെ. പശുക്കളെ വാങ്ങിയതിനു ശേഷം ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കി, പാചകവാതകത്തിന് ഉപയോഗിച്ചു, ജൈവവളം നന്നായി കിട്ടി. അത് കാരണം പച്ചക്കറികളൊക്കെ നന്നായി ഉണ്ടായി. സ്ലറി ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറി ചെയ്തു തുടങ്ങിയത്. പിന്നെ തെങ്ങിനൊക്കെ അതൊഴിക്കും. പൊതുവെ പശുവിന്റെ പിന്നെ കീടനാശിനിയായിട്ടും ഗോമൂത്രം, പിന്നെ നമ്മുടെ കാന്താരി മുളക്, അതാണ് കാര്യമായിട്ട്. ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം പശുക്കളിൽ നിന്ന് തന്നെയാണ് തുടങ്ങണം. പശു ഇല്ലെങ്കിൽ ഈ കൃഷികളൊന്നും നടക്കില്ല എന്നാണ് ഞാൻ പറയാം. എല്ലാം ഞങ്ങള് പശുവിന്റെ ചാണകം, ചാണകപ്പൊടി, മൂത്രം ഇതന്നെയാണ് എല്ലാ കൃഷികൾക്കും അത് തന്നെ ഉപയോഗിക്കുന്നത്. ഈ പശു ഇല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ഈ വിളവൊക്കെ കിട്ടാനുള്ളതിന്റെ രഹസ്യം അതാണ്. അപ്പൊ പശുവിന്റെ എന്നുള്ള വരുമാനം, അതിന്റെ കേവലം പാലിന്റെ അളവും അതിൽ നിന്ന് കിട്ടുന്ന ലിറ്ററിന്റെ വില വെച്ചിട്ടുള്ള വരുമാനം അല്ല പശു തരുന്നത് നമുക്ക്. പശു ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ചെടികൾക്കുള്ള ആവശ്യത്തിനുള്ള വളവും ജൈവവളമാണ് മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നത്, മണ്ണിരയുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു, ബാക്ടീരിയകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ രോഗകാരികളായ ബാക്ടീരിയകളുടെ പ്രവർത്തനം കുറയ്ക്കുന്നു. അപ്പൊ ഈ ജൈവ അംശം മണ്ണിൽ കൂട്ടുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ കൃഷിയിൽ. അപ്പൊ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പശു വളർത്തുക എന്ന് തന്നെയാണ്. ഇപ്പൊ ഗോമൂത്രം ഇലയിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ന്യൂട്രിയന്റ് ആണ്. അതോടൊപ്പം തന്നെ ചില രോഗങ്ങൾക്കും കീടങ്ങൾക്കും അത് ഗുണപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോൾ അത് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ ഒരു കൃഷിക്കാരൻ സ്വന്തം വീട്ടിലുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റു വീടുകൾ അന്വേഷിച്ച് നടക്കണ്ടേ. അപ്പോൾ ഈ ചാണകം നമ്മൾ ഒരു ലുബ്ധവും കൂടാതെ, അത് ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചാണകത്തിന് ഗുണം കൂടിയത് അതിന്റെ പച്ച ചാണകമാണ്, ഉണങ്ങിയിടുന്നതിനേക്കാൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ മാത്രമേ പച്ച ചാണകം ഇട്ട് കൊടുത്ത് നമുക്ക് അതിന്റെ മണ്ണിൽ അതിന്റെ ഗുണമേന്മ കൂട്ടാൻ പറ്റുള്ളൂ. അത് ഒരു കൃഷിക്കാരൻ, ഏത് കൃഷിക്കാരനായിക്കോട്ടെ, 1-2 പശു ഉണ്ടെങ്കിൽ മാത്രമേ അവന്റെ കൃഷി സസ്റ്റൈനബിൾ ആകുള്ളൂ. പശു വളർത്തത് പെട്ടെന്നൊരാൾ ഓടി വന്നിട്ട് പശു വളർത്തിയാൽ 1-2 പശുക്കളെ വളർത്താം. കൂടുതൽ പശുക്കളെ വളർത്തി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാണ്. എന്നുവെച്ചാൽ നഷ്ടത്തിലേ പോവുള്ളൂ. ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കണം, പശുവിനെ പറ്റി പഠിക്കണം. അതിനുള്ള തീറ്റ, പിന്നെ അതിനുള്ള തീറ്റ കൊടുത്ത് പുല്ല് വളർത്തുക, പിന്നെ കൃഷി വേണം, എന്നുവെച്ചാൽ നെൽകൃഷി വേണം, അല്ലെങ്കിൽ തീറ്റ കൊടുക്കണ്ടേ. പിന്നെ ഒരു പശുവിന് അസുഖങ്ങൾ, പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ കുറെ നമുക്ക് അതിനെ പറ്റിയുള്ള കുറെ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. എന്നാലൊക്കെ അതിനെ പറ്റിയിട്ട് പശുക്കളെ ശരിക്കും വളർത്തി ഒരു ആദായകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പതിമൂന്നിനം വിളകളാണ് ഇന്ദുവും കുടുംബവും ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. തെങ്ങ്, കമുക്, നെല്ല്, വാഴ, കുരുമുളക്, കൊക്കോ, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ നീളുന്നു ഇവിടത്തെ വിളകൾ. ഇവയ്ക്ക് പുറമെ സ്വന്തം വീട്ടാവശ്യത്തിന് വേണ്ട പച്ചക്കറികളും ഇവിടെ നിർലോഭമായി വളരുന്നു. വീട്ടാവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ വിപണിയിൽ നൽകാറുമുണ്ട്. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള പച്ചക്കറികളായതിനാൽ വിപണിയിൽ ഇവിടത്തെ പച്ചക്കറികൾക്ക് ഉപഭോക്താക്കളും കൂടുതലാണ്. ഇവിടത്തെ പ്രധാന വിളകളിലൊന്നാണ് തെങ്ങ്. ഈ കാണുന്ന തെങ്ങുകളൊക്കെ 5 വർഷം മുൻപ് വെച്ചതാണ്. T*D ഇനത്തിൽപ്പെട്ട ഈ തെങ്ങുകൾക്ക് അതീവ ശ്രദ്ധ നൽകിയാൽ മാത്രമേ ഈ രീതിയിൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇത്രയധികം വിളവ് ലഭിക്കുകയുള്ളൂ. ഇന്ദുവിന്റെ അധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഫലങ്ങളാണ് ഈ തെങ്ങുകളിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ തേങ്ങകൾക്ക് ആവശ്യത്തിന് വില ലഭിക്കുന്നുണ്ട് എന്നും അതിന് പ്രധാന കാരണം കൃഷി ഓഫീസർ ജോഷിയുടെ കർഷകരോടുള്ള ഉദാര സമീപനമാണെന്ന് ഇന്ദു ഇവിടെ സൂചിപ്പിച്ചു. കൂടാതെ നിരവധി ഗവൺമെന്റ് ആനുകൂല്യങ്ങളുടെയും നല്ലൊരു ഗുണഭോക്താവ് കൂടിയാണ് ശ്രീമതി ഇന്ദു. കൃഷിഭവനിലുള്ള എല്ലാ സഹായങ്ങളും കിട്ടാറുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊരു 100% സബ്സിഡിയില് സ്പ്രിംഗ്ലർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും തരാറുണ്ട്. പിന്നെ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ തരാറുണ്ട്. കൃഷിഭവനും എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സാറ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ കൊടുക്കുന്ന സാധനങ്ങൾക്ക് വില നന്നായി കിട്ടി. നാളികേരത്തിനൊന്നും തീരെ, കാര്യമായിട്ട് ഞങ്ങൾക്ക് തെങ്ങാണ് ഇതിലുള്ളത്, നാളികേരത്തിന് വില ഉണ്ടായിരുന്നില്ല, അത് കിട്ടി. അങ്ങനെ ഞങ്ങളെ ഈ കൃഷി ഓഫീസറെ പറ്റിയിട്ടാണ് കൂടുതലും എനിക്ക് പറയാറുള്ളത്. കാരണമാണ് കൂടുതലും ഞങ്ങളുടെ സാധനങ്ങൾക്ക് വില കിട്ടിയത് തുടങ്ങിയത് അതിന് ശേഷമാണ്. ഇപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഇവരുടെ തേങ്ങ ഞങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 28 രൂപയ്ക്കാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുമാനപ്രകാരം 19 രൂപ മിനിമം വില കിട്ടും. അപ്പൊ അത് തന്നെ ഈ കൃഷിക്ക്, ഈ തെങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളവർക്ക് ഏറ്റവും വലിയ. പിന്നെ ഞങ്ങളുടെ പച്ചക്കറി പദ്ധതിയിൽ ഇവർ മെമ്പറാണ്. പിന്നെ പല വൃക്ഷ തൈകൾ, അങ്ങനത്തെ ആ കൃഷിഭവനിലെ ഏത് സ്കീം വന്നു കഴിഞ്ഞാലും ഇവരും ഞങ്ങളുമായിട്ട്
ഇവരുടെ സാധ്യത അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അവർ വാങ്ങുന്നുണ്ട്. നെൽകൃഷിയുടെ ധനസഹായം പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറും ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുമായിട്ടും നല്ല ബന്ധമുണ്ട്. തെങ്ങിന്റെ ഇടവിളയായി നിരവധി വാഴകളും ഇവിടെ തലയുയർത്തി നിൽക്കുന്നത് കൃഷിയിടത്തിലെ പച്ചപ്പിന്റെ ഭംഗി കൂട്ടുന്നു. റോബസ്റ്റ, പാളയൻകോടൻ, നേന്ത്രൻ അങ്ങനെ എല്ലാ തരത്തിലും പെട്ട വാഴകളും ഇവിടെ വർണ്ണാഭമായി വളരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച വിളവാണ് നിന്നും ലഭിക്കുന്നത്. ഇതുപോലെ ജൈവകൃഷി അവലംബിച്ച് മണ്ണ് ഫലപുഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നവർ പശു വളർത്തൽ നിർബന്ധമായി തുടങ്ങണമെന്ന് ഇന്ദുവും ഭർത്താവ് ഗിരീഷും അതുപോലെ കൃഷി ഓഫീസർ ജോഷിയും ഒരേ ശബ്ദത്തിൽ പറയുന്നു. പശു വളർത്തുന്നു, അതിന്റെ ആദായം പശുവിന്റെ മൂത്രവും മറ്റേ ചാണകവും ഇവര് തന്നെ ഉപയോഗിക്കുന്ന ഒന്നും പുറത്തു കൊടുക്കുന്നില്ല. പശു വളർത്തലാണ് ഒരു കൃഷിക്കാരനെ ഇന്ന് ഏറ്റവും അധികം നിലനിർത്തേണ്ടത്. അത് കണ്ടറിഞ്ഞിട്ടുണ്ട് ഈ ദമ്പതികളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുറ്റി നടന്ന് നോക്കിയാൽ അറിയാം, ഇവരുടെ കുരുമുളകായാലും എല്ലാം തന്നെ നല്ല വിളവുണ്ട്. യാതൊരുവിധ കേടുപാടുകൾ അധികം കാണാനില്ല. പശു ഇല്ലെങ്കിൽ കൃഷിയില്ല. ഞങ്ങളുടെ 2 തൊഴുത്തുണ്ട് ഇവിടെ. ഈ 2 തൊഴുത്തൊന്നും കംപ്ലീറ്റ് ഈ ചാണകവും വെള്ളവും എല്ലാം കൂടി തോട്ടത്തിലേക്കാണ് പോകണം. എല്ലാം പൈപ്പ് വഴി തോട്ടത്തിലേക്ക് പോവാണ്. അപ്പൊ ഈ ചാണകം ഇല്ലെങ്കിൽ, പശു ഇല്ലെങ്കിൽ കൃഷിയില്ല, ജൈവ കൃഷിയില്ല. രാസവളം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. രാസവളം ഈ മണ്ണിനെ നാശാക്കുള്ളല്ലോ. അത് ഇപ്പിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ അതില്ല, പിന്നെ ഇട്ടുകൊണ്ടിരിക്കണം നമ്മൾ. ജൈവം എന്ന് പറഞ്ഞാൽ ജൈവ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്നും അതേപോലെ ഉണ്ടാവും. പിന്നെ കൂടാതെ ഈ മണ്ണിര, ഇപ്പൊ ഒരു വർഷക്കാലമായി വന്നാൽ ഞങ്ങളോട് വന്ന് കണ്ടാൽ നിറയെ മണ്ണീരയുടെ പുറ്റായിരിക്കും. ഇപ്പില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വളം മറ്റേ രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല. ഈ കാർഷിക വിജയത്തിന്റെ പിന്നിൽ ഒരു കഠിനാധ്വാനമുണ്ട്. കൃഷി ഒരേ സമയം ജീവിതചര്യയും വരുമാന മാർഗവുമാക്കി മാറ്റിയാൽ ഈ കഠിനാധ്വാനം ഒരു സുഖാനുഭൂതി പകരുന്ന പച്ചപ്പായി മാറും. കൃഷിയും കാലിവളർത്തലും പണ്ടേ നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കൃഷി നമ്മുടെ പരമ്പരാഗത തൊഴിൽ തന്നെയാണ്. ആ ജോലി നിവർത്തിച്ച് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ മറ്റേത് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ അതിമധുരം ലഭിക്കുന്നുണ്ട് എന്നാണ് ഗിരീഷിന്റെ അഭിപ്രായം. അതിനാൽ ഗൾഫിൽ നല്ല ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് തുടർന്നുള്ള ജീവിതം കാർഷിക മേഖലയിലൂടെ കൊണ്ടുപോകുവാനാണ് ഗിരീഷിന്റെ താൽപര്യം. ഗിരീഷ് ഈ മേഖലയിൽ സജീവമാകുന്നതോടെ കാർഷിക ജീവിതം കൂടുതൽ ആനന്ദമാവും എന്ന സന്തോഷത്തിലാണ് ഇന്ദുവും മക്കളും. മാനസിക ഉല്ലാസവും സന്തോഷവും ഈ കൃഷിയിലൂടെ ലഭിക്കുന്നു എന്ന് ഗിരീഷ്. അല്ല, വേറെ ബിസിനസ്സിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മാനസികമായുള്ള ഉല്ലാസവും സന്തോഷവും എല്ലാം ഇതിലാണ്. പിന്നെ കൂടാതെ ഗൾഫിൽ നിന്ന് കുറെ പൈസ മേടിച്ചു വന്നു, ഒരു ബിസിനസ് ചെയ്തു, കുറെ പൈസ നഷ്ടപ്പെട്ടു പോയി. ഈ കൃഷി ചെയ്യാന്ന് വെച്ചാൽ ഒരു നഷ്ടപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. ഉള്ളത് കിട്ടുക തന്നെയാണ്, നമുക്ക് ഇവിടുത്തെ കിട്ടുകയാണല്ലോ. അത് എന്നും ഒരു സ്ഥിരം വരുമാനം ആയിരിക്കുമല്ലോ. അതാണ് ഈ കൃഷിയിലേക്ക് തിരിയാനുള്ള ഒരു കാര്യം. ഒരു സ്ഥലത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്നതിന്റെ പരമാവധി വിളവ് ഇപ്പോൾ ഏകദേശം ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിൽ വളരെ മുഴുവൻ സമയം ഇവർക്ക് വേറെ വരുമാനമൊന്നുമില്ല, വേറെ ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ജോലിയോ ഒന്നുമില്ല. ഇത് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഇവരുണ്ടാക്കുന്നുണ്ട്. മക്കള് എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു വരുമാനം അവർക്കിപ്പോൾ ഉണ്ട്. തിരിച്ച് അതുകൊണ്ടാണ് ഗിരീഷ് ഗൾഫിൽ പോകാത്തത്. ഭർത്താവ് ഗിരീഷിന് പുറമെ മക്കളും ഇന്ദുവിനെ കാർഷിക കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട്. ബിടെക് കഴിഞ്ഞ മൂത്ത മകൻ ശരത്തിനേക്കാൾ +2 പഠിക്കുന്ന ഇളയ മകൻ അർജുനാണ് കൃഷിയോട് കൂടുതൽ താൽപര്യം. ഇവർക്ക് പുറമെ ജോലി ചെയ്യാൻ സന്നദ്ധരായ 5 തൊഴിലാളികളും ഇവിടുത്തെ കാർഷിക വിജയത്തിന് അടിത്തറയേകി. മറ്റേത് ജോലിയേക്കാൾ ആത്മസംതൃപ്തി നൽകുന്ന ജോലിയാണ് കാർഷിക ജോലി എന്ന് ഇന്ദുവിന്റെയും കുടുംബത്തിന്റെയും അഭിമാനപൂരിതമായ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് കാർഷിക ലോകത്തേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരാൻ പ്രേരകമാവും എന്ന് പ്രത്യാശിക്കാം.